വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അടുത്ത വർഷം ആദ്യം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ട് UDFനെ വളഞ്ഞിട്ട് കടന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്ന LDFനെ, പ്രത്യേകിച്ച് CPMനെ വൻപിച്ച തിരിച്ചടികളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഓരോ ദിവസവും എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അവർ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുട്ടത്തറ വാർഡിലെ കൗൺസിലറായ CPMലെ B രാജേന്ദ്രനെ റോഡ് പണിക്ക് കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ള ആരോപണത്തിന്റെ പേരിൽ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തൊരു ദയനീയമായ പതനമാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത്. വലിയ ആദർശധീരന്മാരായി ഞങ്ങൾ കൈക്കൂലിക്കെതിരായി പോരാട്ടത്തിലാണ്, യാതൊരു അഴിമതിയും ഞങ്ങൾ വെച്ചുപൊറിപ്പിക്കില്ല എന്ന് കഴിഞ്ഞ 9.5 വർഷമായി ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ മറ്റ് നേതാക്കന്മാരുമൊക്കെ ഗീർവാണം അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഓരോ തിരിച്ചടി അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാവ്യനീതി എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ഇംഗ്ലീഷിൽ പോയറ്റിക് ജസ്റ്റിസ് എന്ന് പറയും. അവർ ആർക്കെല്ലാം എതിരായി ആരോപണം ഉന്നയിച്ചോ ആ ആരോപണങ്ങളൊക്കെ തിരിച്ചടിയായി അവർക്ക് തന്നെ, അവർക്ക് നേരെ തന്നെ വരുന്നു എന്നുള്ളതാണ് ഒരു വിധി വൈപരീത്യം. ഇവിടെ ഒരു കൗൺസിലർ ആണെങ്കിൽ പോലും അതിന് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന് നാം കാണണം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ CPM ആണ് ഭരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ 4.5 വർഷമായി എന്തോ ഒരു വലിയ ആഘോഷമായിരുന്നു ഈ കുറെ കാലങ്ങളായി. ഏറ്റവും ഒടുവിൽ നടന്ന ഒരു കോമഡി ഷോ ആണല്ലോ ബഹുമാന്യായ മേയർ, അതോ ആരാധ്യയായ മേയറാണോ, എങ്ങനെയാണ് വിളിക്കേണ്ടതെന്ന് അറിയില്ല, ആരാധ്യയായ മേയർ ഇംഗ്ലണ്ടിൽ പോയി ബ്രിട്ടീഷ് പാർലമെന്റ് മന്ദിരത്തിൽ നിന്ന് ഒരു അവാർഡുമായി തിരിച്ചു വന്ന ഒരു കഥ. എന്തോ ഒരു അപഹാസ്യതയാണ് അതുമൂലം ഉണ്ടായത് എന്ന് അവർ തിരിച്ചറിഞ്ഞാൽ അവർക്കും നല്ലത്, അവരുടെ പാർട്ടിക്കും നല്ലത്. അതിനെക്കുറിച്ചുള്ള പൊളിച്ചെഴുത്തുകൾ ഇപ്പോൾ മാധ്യമങ്ങൾ, സമൂഹ മാധ്യമങ്ങളിലൊക്കെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഈ വീഡിയോയിൽ കടക്കുന്നില്ല. അപ്പോൾ ഈ തരം ചെപ്പടി വിദ്യകൾ കൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും വിജയിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ കൈപ്പിടിയിൽ ഒതുക്കാമെന്നാണ് CPM വിചാരിക്കുന്നതെങ്കിൽ അമ്പയെ പരാജയപ്പെടാൻ പോകുന്നു എന്ന വലിയ താമസമില്ലാതെ അവർ മനസ്സിലാക്കാൻ പോവുകയാണ്. ഇത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു ഒറ്റപ്പെട്ട സംഭവം. സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങളെ മാർക്സിസ്റ്റ് പാർട്ടി വിശേഷിപ്പിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നാണ്. അത്തരം വിശേഷണത്തിൽ ഒരു പക്ഷേ ഇത്രയും പ്രാഗൽഭ്യമുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ പറഞ്ഞിട്ടില്ല. എന്തുണ്ടായാലും അദ്ദേഹം പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ അടിച്ച് ചതച്ച് കൊന്നാലും ഒറ്റപ്പെട്ട സംഭവമാണ്. വഴിയിൽ സുരക്ഷാ പ്രവർത്തനം നടത്തുന്ന ആളുകൾ എന്ന പേരിൽ ഇറങ്ങി ഈ ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും തലയടിച്ച് പൊട്ടിച്ചാലും ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുന്ന ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ഇതും ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാൻ ഒരു പക്ഷേ താല്പര്യം ഉണ്ടായേക്കാം. എന്നാൽ അതൊന്നും ഇനിയും വിലപ്പോവുകയില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു സാക്ഷരത പൊതുസമൂഹമാണ് കേരളത്തിലുള്ളത് എന്ന് CPM മനസ്സിലാക്കിയാൽ നന്ന്. ഇത് വ്യാപകമായിട്ടുള്ള ആരോപണങ്ങളുടെ ഒരു ചെറിയ അറ്റം മാത്രമാണ്. കൈക്കൂലി സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ, ഇതുപോലെയുള്ള സാമ്പത്തിക തിരിമറികളിലൊക്കെ CPMലെ ഉന്നതന്മാരായ നേതാക്കന്മാർ പെട്ടുകിടക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറെ കാലങ്ങളായി പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ്, അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന MLA-മാർ ഉൾപ്പെടെയുള്ള പ്രതികൾ, അതുപോലെ കേരളത്തിൽ ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ സഹകരണ ബാങ്കുകളിൽ നടക്കുന്ന അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും സാമ്പത്തിക തിരിമറികളും ഇതിനോടകം തന്നെ പരക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തൊക്കെ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ വെറും ബ്രാഞ്ച് സെക്രട്ടറിയോ ഏരിയ സെക്രട്ടറിയോ
അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിയോ ഒന്നും അല്ല, അതിനേക്കാളൊക്കെ വലിയ ഉന്നതന്മാരായ സംസ്ഥാന കമ്മിറ്റിയിലുള്ള ആളുകൾ, കേന്ദ്ര കമ്മിറ്റിയിലുള്ള ആളുകൾ, നിയമസഭാംഗങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ, ഇവരെല്ലാം ഇതിനകത്തെ പ്രതിപട്ടികയിലുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് അല്പമെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ ഇത് മറച്ചു വെച്ചുകൊണ്ട് അവർക്ക് എങ്ങനെ മറ്റുള്ളവരെ പ്രതിരോധിക്കാനായി അല്ലെങ്കിൽ ആക്രമിക്കാനായി സാധിക്കും? ചുരുക്കത്തിൽ പറഞ്ഞാൽ CPM ഒരു വലിയ ഏടാകുടത്തിൽ കിടന്ന് ഇപ്പോൾ അഴലുകയാണ്. നേതാക്കന്മാർക്ക് വിശദീകരിക്കാൻ കഴിയാത്ത തരത്തിൽ കാര്യങ്ങൾ മറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസം കഴിയുന്തോറും. വലിയ പതനത്തിന്റെ സൂചനകളാണ് കാണുന്നത്. ഇന്ത്യയിലാകെ കേരളത്തിൽ മാത്രമേ ഇപ്പോൾ CPM എന്ന് പറയുന്ന ഒരു പാർട്ടി ഉള്ളൂ എന്നത് പരമമായ ഒരു യാഥാർത്ഥ്യമാണ്. കേന്ദ്ര കമ്മിറ്റി ആണെങ്കിലും കേന്ദ്ര പോളിറ്റ് ബ്യൂറോ ആണെങ്കിലും അവിടെ ചായ കുടിക്കണമെങ്കിലും അവിടുത്തെ ആഫീസിന്റെ ഇലക്ട്രിസിറ്റി ചാർജ് അടക്കണമെങ്കിലും കേരളത്തിലെ AKG സെന്ററിൽ നിന്ന് പണം അയച്ചു കൊടുത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് ഇന്ന് CPMന്റെ ദേശീയ തലത്തിലുള്ള അവസ്ഥ. അപ്പോൾ കേരളത്തിൽ അവശേഷിച്ചിരിക്കുന്നതായിട്ടുള്ള പാർട്ടിയുടെ ഈ ഭാഗം അല്ലെങ്കിൽ ഈ വിഭാഗം പോലും ഈ തരത്തിൽ വലിയ വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലൂടെ വെളിപ്പെട്ടു വന്നിരിക്കുന്നത്. ഇത് പലയിടത്തും ഈ തരത്തിൽ പല സാമ്പത്തിക ക്രമക്കേടുകൾ കാട്ടി. ബിനാമി ഇടപാടുകൾ, നമുക്കറിയാം കണ്ണൂരിലെ ഒരു പ്രശസ്തയായിട്ടുള്ള ഒരു വനിതാ നേതാവ് ഇപ്പോൾ സസ്പെൻഷനിലാണ്. അവരേർപ്പെട്ടിരിക്കുന്ന ബിനാമി കേസുകളെ സംബന്ധിച്ച്, ബിനാമി ഇടപാടുകളെ സംബന്ധിച്ച്, സാമ്പത്തിക ക്രമക്കേടുകളെ സംബന്ധിച്ചുള്ള കഥകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലൊക്കെ ഈ തരത്തിൽ സാമ്പത്തിക ക്രമക്കേടുകൾ കാട്ടുന്ന പാർട്ടിയിലെ നേതാക്കന്മാർ ഓരോന്നോരോന്നായി അവരുടെ ചെയ്തികളെ സംബന്ധിച്ചുള്ള കഥകൾ പൊതുസമൂഹത്തിന്റെ മുൻപിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെന്നുപെട്ടിരിക്കുന്ന അപജയം, അതിനുള്ള ചില പൊടിക്കൈകൾ അത് മറയ്ക്കാനും അല്ലെങ്കിൽ അതിന് വെള്ള പൂശാനും നടത്തുന്നതായ ചില പൊടിക്കൈകളാണ് ഇപ്പോൾ കാട്ടുന്ന PR പ്രവർത്തനങ്ങൾ എന്ന് വീണ്ടും പറയേണ്ടിയിരിക്കുന്നു. അയ്യപ്പ ആഗോള സംഗമം, അതുപോലെ തന്നെ ന്യൂനപക്ഷ സംഗമം, ഈ തരത്തിലൊക്കെ ഓരോ സംഗമങ്ങൾ നടത്തി ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് വെള്ളപൂശി ഞങ്ങളൊക്കെ ജനസേവനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നതായിരുന്നു. ഇതൊക്കെ ആലോചിക്കണം. പാവപ്പെട്ട നികുതിദായകന്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരളമൊട്ടാകെ വികസന സദസ് എന്ന പേരിലൊക്കെ കടുത്ത പാതകങ്ങൾ ചെയ്യുന്നത്. ഇത് എവിടെ നിന്നാണ് ഇതിന്റെ പണം? ഇവിടെ നമുക്കറിയാം സാമൂഹിക സുരക്ഷാ പെൻഷൻ പോലും കഷ്ടിച്ച് കൊടുക്കാനുള്ള പണം അവരെങ്ങനെയോ എവിടുന്നോ ഒക്കെ കടം വാങ്ങിച്ചിപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന കണക്കനുസരിച്ച് കേരളം ഇതുപോലെ ഒരു കടക്കണിയിലായിട്ടുള്ള ചരിത്രമില്ല. വൻപിച്ച കടക്കണിയിലാണ് കേരളം ചെന്നുപെട്ടിരിക്കുന്നത്. ഓരോ മാസവും കടം വാങ്ങിച്ച് എത്ര കാലം ഇനിയും മുന്നോട്ട് പോകും? സഹികെട്ടിരിക്കുന്നു കേരളത്തിലെ പൊതുസമൂഹം ഈ രണ്ടാം ഊഴത്തിൽ ഭരണത്തിൽ വന്ന പിണറായി സർക്കാരിനെ കുറിച്ച്. ഞാനിവിടെ ഓരോ രംഗത്തെക്കുറിച്ചും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ, വ്യാവസായിക മേഖല, അതുപോലെയുള്ള മറ്റ് ഭരണരംഗത്തുള്ള അതുപോലെ കെടുകാര്യസ്ഥത മൂലം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന വകുപ്പുകൾ, KSEBയിലൊക്കെ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ഒരു തരത്തിലേക്ക് കഴിഞ്ഞ 9.5 വർഷമായി പിണറായി സർക്കാർ കേരളത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. അതിനിടയിൽ നേതാക്കന്മാർ ഇതുപോലെ കൈയിട്ട് വാരുന്നു, സാമ്പത്തിക ക്രമക്കേടുകൾ കാട്ടുന്നു, കൈക്കൂലി വാങ്ങിക്കുന്നു, അഴിമതി കാട്ടുന്നു, കള്ളപ്പണത്തിന്റെ കാര്യത്തിൽ ഇടപെടുന്നു, സ്വർണ്ണ തട്ടിപ്പിൽ പ്രതികളാകുന്നു, പാവപ്പെട്ടവന്റെ പൈസ ഇതുപോലെ കൈക്കൂലിയായി വാങ്ങുന്നു. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ അനാവരണം ചെയ്യുന്നു. അതുകൊണ്ട് അല്പമെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാനായി ശ്രമിക്കണം. പക്ഷേ വൈകിപ്പോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനിയും കഷ്ടിച്ച് 8 മാസങ്ങൾ മാത്രമേ അധികാരത്തിലുള്ളൂ. പൊതുസമൂഹം തിരിച്ചടിക്കും, ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എല്ലാ കാലവും എല്ലാ സമയവും എല്ലാവരെയും കബളിപ്പിക്കാം എന്ന് വിചാരിച്ചാണ്
ധാർഷ്ട്യത്തോടുകൂടെ മുന്നോട്ട് പോകുന്നതെങ്കിൽ പോയി കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ എന്ന് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ഈ ഇപ്പോഴത്തെ രണ്ടാം ഊഴം പിണറായി സർക്കാരിനെ ജനങ്ങൾ വിലയിരുത്തുന്നത്. അതിന് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. താമസിയാതെ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിന്ന് അവർക്ക് വൻപിച്ച തിരിച്ചടി നേരിടേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞുണ്ടാകാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി അവർക്കുണ്ടാകുമെന്നതിൻ്റെ ശക്തമായ സൂചനകളാണ് എല്ലാ തലങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ മാധ്യമങ്ങളുടെ മേൽ പഴിചാരിയിട്ട് കാര്യമില്ല. അവരെ എതിർക്കുന്ന ആളുകളെ, എതിർ ശബ്ദത്തെ നിശബ്ദമാക്കാനായി നടത്തുന്ന ശ്രമങ്ങളൊക്കെ തിരിച്ചടിയായിട്ട് വരും. അതുകൊണ്ട് ഇനി 8 മാസമെങ്കിലും സാമാന്യ മര്യാദയോടുകൂടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയി സമൂഹത്തിന്റെ ആവശ്യങ്ങളോട് ഖണ്ഡിതമായി സക്രിയമായി പ്രതികരിച്ചാൽ ഒന്നുമല്ലെങ്കിൽ സമാധാനത്തോടെ അധികാരത്തിൽ നിന്ന് പുറത്തു പോകാൻ കഴിയും എന്ന് മാത്രമേ ഈ തരുണത്തിൽ പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നുള്ളൂ. ഒരു മടങ്ങി വരവ് ഏതാണ്ട് അസാധ്യമാണ് എന്ന വിധിയെഴുത്ത് ഇപ്പോൾ തന്നെ കേരളത്തിലെ പൊതുസമൂഹം നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വേണം അനുമാനിക്കാൻ.